ഹലോ ഓൾ ജെഇ നീറ്റ് കീമിൻ്റെ ഒക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന രണ്ട് എക്സാമുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ടും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതിൽ ഒന്നാമത്തത് LPU നടത്തുന്ന നെസ്റ്റ് എക്സാം. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്നുകൊണ്ട് പഞ്ചാബ് ബേസ്ഡ് ആയിക്കൊണ്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനമാണ്. കേരളത്തിൽ നിന്നടക്കം ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, LPUലൊക്കെ പോയി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന എൻട്രൻസ് എക്സാം അവരുടെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമല്ല, അതിൽ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾക്ക് ഒരു സ്റ്റഡി ഗ്രാൻഡും അവർ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്കൊന്നും, നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് അധികം അവയർനെസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപയാണ് ഈ ഒരു സ്റ്റഡി ഗ്രാൻഡിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഗെറ്റ് എ സ്റ്റഡി ഗ്രാൻഡ് ഓഫ് ₹1 lakh പെർ സ്റ്റുഡൻറ്റ് ടു സ്റ്റഡി ഇൻ ഇന്ത്യാസ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് IITs, NITs, IIM, അതുപോലെ NLU, IHM, NID, IIIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് LPU നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു എക്സാമിൻ്റെ ബേസിൽ. അപ്പോൾ LPUവിൽ തന്നെ പഠിക്കണമെന്നില്ല. LPU നെസ്റ്റ് എഴുതിയിട്ട് അവർ പറയുന്ന ടോപ്പ് റാങ്ക് ക്രൈറ്റീരിയക്കുള്ളിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അതിലൊക്കെ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് 500 കാൻഡിഡേറ്റ്സ്, ഏറ്റവും ടോപ്പിലുള്ള 500 കുട്ടികൾ, ഇവരുടെ നെസ്റ്റ് എക്സാം, LPU നെസ്റ്റ് എക്സാം എഴുതിയിട്ട് അതിൽ ആദ്യത്തെ 500 റാങ്കിൽ വരുന്ന ആളുകൾക്കാണ് എന്ത് കിട്ടാൻ പോകുന്നത്, BTech പ്രോഗ്രാം തിരഞ്ഞെടുത്ത് IITസിലും NITസിലും BTech പഠിക്കുന്ന ആളുകൾക്ക് ഈ ടോപ്പ് 500 സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, ₹1 lakh സ്കോളർഷിപ്പാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ LPU നെസ്റ്റിലെ ടോപ്പ് 100 കാൻഡിഡേറ്റ്, ടോപ്പ് 100-ലുള്ളിൽ എത്തുകയും നിങ്ങൾ എയിംസിൽ MBBS പഠിക്കാൻ പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 1 ലക്ഷം രൂപയുടെ ഗ്രാൻഡാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ BTech പഠിക്കാൻ പോകുന്ന ആളുകൾ ടോപ്പ് 500-ലെത്തിയാൽ മതി. IITയിലോ NITയിലോ പോയിട്ട് BTech പഠിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ടോപ്പ് 100-ന്റെ ഉള്ളിൽ LPU നെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിൽ 100-ന്റെ ഉള്ളിൽ വരികയും 1 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടും, നിങ്ങൾ മെഡിക്കൽ MBBS എയിംസിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ MBAക്ക് പോകുന്ന ആളുകൾ, അതായത് IIMൽ പോയിട്ട് MBA പോകുന്ന ആളുകൾ, MBA ചെയ്യാൻ പോകുന്ന ആളുകൾക്കടക്കം എന്ത് ചെയ്യുന്നുണ്ട്, 1 ലക്ഷം രൂപയുടെ ഗ്രാൻഡ് ഇവർ കൊടുക്കുന്നുണ്ട്. അതും 100 കാൻഡിഡേറ്റ്സ്, ടോപ്പ് 100 കാൻഡിഡേറ്റ്സിനാണ്. ആൻഡ് ടോപ്പ് 100 കാൻഡിഡേറ്റ്സ് ഓഫ് LPU നെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിസൈൻ വിൽ ഗെറ്റ് എ ഗ്രാൻഡ് ഓഫ് ₹1 lakh ടു സ്റ്റഡി ഇൻ NIDs, IIIT, അതുപോലെ IITയിൽ തന്നെയുള്ള ഡിസൈൻ കോഴ്സുകൾ, NIFTയിലൊക്കെ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ LPU തന്നെ നടത്തുന്ന ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിൽ ടോപ്പ് 100-ൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യയിലെ പ്രീമിയർ ഡിസൈൻ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും 1 ലക്ഷം രൂപയുടെ ഗ്രാൻഡാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ LPU നടത്തുന്ന ഈ പറയുന്ന എക്സാമുകളെല്ലാം, BTechന് എക്സാം നടത്തുന്നുണ്ട്, MBAക്ക് LPUവിൻ്റെ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ LPU ഡിസൈൻ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ LPUവിൽ ജോയിൻ ചെയ്യാതെ മറ്റ് ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളിലും കൂടെ അഡ്മിഷൻ എടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഗ്രാൻഡാണ്, സ്റ്റഡി ഗ്രാൻഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇതിലേക്ക് മാത്രമല്ല, ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്കുണ്ട്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ലോ കോഴ്സുകളിലേക്ക് അടക്കം ഈ ഒരു ഗ്രാൻഡ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ LPU നെസ്റ്റിൻ്റെ ഡേറ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, BTech കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപ്ലിക്കേഷൻ ഓൺ ഗോയിങ് ആണ്. ഒക്ടോബർ 15-ന് തന്നെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 15 വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി സ്ലോട്ട് ബുക്കിംഗ്, എക്സാമിനേഷൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ 10 മുതൽ ജനുവരി 15 വരെ അവൈലബിൾ ആണ്. ആൻഡ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 20 മുതൽ ഫെബ്രുവരി 5 വരെ ഓഫ്ലൈൻ ആയിട്ട് എക്സാമുകളും നടക്കുന്നുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എക്സാമിനേഷൻസും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഷെഡ്യൂൾ 1. ഇനി ജനുവരി 10 മുതൽ ഫെബ്രുവരി 5 വരെ നിങ്ങൾക്ക് എഴുതാം. റിമോട്ട്ലി പ്രോക്റ്റേഡ് എക്സാം ആയിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതുകയാണ് നമ്മൾ JEE നീറ്റൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ ഒരു പ്രോക്റ്റേഡ് സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ലാപ്ടോപ്പും ഇൻ്റർനെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് LPU എന്നുകൂടെ ഓർക്കുക. അപ്പോൾ ഈ ഒരു അവസരം ജനുവരി 10 മുതൽ ഫെബ്രുവരി 5 വരെയാണ് ഉണ്ടാവുക. ആൻഡ് 8-ാം തീയതി മുതൽ നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ്. ഫെബ്രുവരി 8-ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് LPU നടത്തുന്നത്. 2 രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. ഒന്നെങ്കിൽ സെൻറ്ററിൽ പോയിട്ട്, കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. രണ്ടാമത്തത് റിമോട്ട് പ്രോക്റ്റേഡ് ആയിട്ടുള്ള എക്സാം ആണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. 2.5 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ ആണ്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ആൻഡ് 4 സെക്ഷൻസ് ആണ് ഒരു കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതിലൊന്ന് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി. അപ്പോൾ BTech കോഴ്സുകളിൽ മിക്കതിനും മാത്തമാറ്റിക്സ് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അതല്ലാത്ത ബയോ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ സെലക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എന്ത് ചെയ്യാം, മാത്സിന് പകരം ബയോളജി എഴുതാവുന്നതാണ്. ഫിസിക്സും കെമിസ്ട്രിയും എല്ലാവരും എഴുതണം. പിന്നെ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസും ആപ്റ്റിറ്റ്യൂഡും ടെസ്റ്റ് ചെയ്യുന്ന ഒരു 4ാമത്തെ സെക്ഷൻ കൂടെ LPU എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ JEEയിൽ നിന്നുള്ള ഒരു മെയിൻ ഡിഫറൻസ് ഇതാണ്.
അങ്ങനെ 100 ക്വസ്റ്റ്യൻസിൻ്റെ ടോട്ടൽ എക്സാമിൽ 400 മാർക്കാണ് ഉണ്ടാവുക. ഓരോ സെക്ഷനിലും 100 മാർക്ക് വീതമാണ് ഇതിലേക്ക് ഉണ്ടായിരിക്കുക. നോ നെഗറ്റീവ് മാർക്കിംഗ്. മറ്റൊരു എക്സാമും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എഴുതാം, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ 25 ചോദ്യമാണ് ഉണ്ടാവുക. അതിൽ 20 MCQ, 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും, ടോട്ടൽ 100 മാർക്കിനാണ് ഉണ്ടാവുക. അതുപോലെ കെമിസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിലും സിമിലർ ആണ്, മാത്തമാറ്റിക്സും സിമിലർ ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോന്നിനും 4 മാർക്കാണ് ഉണ്ടായിരിക്കുക, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബയോളജി എഴുതുന്ന ആളുകൾക്ക് 25 ഉണ്ടായിരിക്കും. അത് എഴുതുന്ന ആളുകൾക്ക് മാത്രം ആ പെർട്ടിക്കുലർ കോഴ്സുകളിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബയോളജി എഴുതിയാൽ മതി. ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ 25 ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് 20, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് 20. ഇത് 3ഉം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ 4ാമത്തെ സെക്ഷൻ 4 ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ മാർക്കുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 400ലാണ് നമ്മുടെ എന്തിൻ്റെ പേപ്പർ ഉണ്ടാവുക, LPUവിൻ്റെ പേപ്പർ ഉണ്ടായിരിക്കാം. അതിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, nest.lpu.in എന്നുള്ളതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഈ കോളേജിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക. ഇവിടെ മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പഠിച്ചിറങ്ങിയിട്ടുള്ളവരൊക്കെ സീനിയേഴ്സുമായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് രജിസ്റ്റർ ചെയ്ത് അവിടെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. രണ്ടാമത്തത് SRM JEE ആണ്. ഇത് നമുക്ക് പരിചയമുള്ള നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് തന്നെ തുടങ്ങി ഒരുപാട് ക്യാമ്പസുകളുള്ള കോളേജാണ് SRM എന്ന് പറയുന്നത്. അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് SRM JEE എന്ന് പറയുന്നത്. അപ്പോൾ SRM JEE എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് ബൈ ദ ഫോളോയിങ് SRM കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ഏതൊക്കെയാണ്? ഒന്ന്, SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ കട്ടൻകുളത്തൂർ എന്ന് പറയുന്ന ചെന്നൈയിലുള്ള ക്യാമ്പസ് ഉണ്ട്. അതുപോലെ രാമപുരം, അഗെയിൻ ചെന്നൈയിൽ തന്നെ ഒരുപാട്, വടാപലനിയിൽ ക്യാമ്പസ് ഉണ്ട്, മോഡി നഗർ, NCR, ഇത് നമ്മുടെ ഡൽഹി റീജിയനിലേക്കും എന്തുണ്ട്, SRMൻ്റെ ക്യാമ്പസുകളുണ്ട്. സിക്കിമിലുണ്ട്, ആന്ധ്രാപ്രദേശ്, തിരുച്ചിറപ്പള്ളി, ട്രിച്ചിയിലുണ്ട് ആൻഡ് ആന്ധ്രാപ്രദേശിലുണ്ട്. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മുടെ SRMൻ്റെ സ്ഥാപനങ്ങളുള്ളത്. അപ്പോൾ തുടങ്ങിയത് തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലും സിക്കിമിലടക്കം SRMൻ്റെ കോളേജുകളുണ്ട്. 2025 SRM JEEയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, SRM യൂണിവേഴ്സിറ്റി തന്നെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു വർഷം 3 തവണ അവരുടെ എക്സാം എന്ത് ചെയ്യാറുണ്ട്, അവർ നടത്താറുണ്ട്. യൂണിവേഴ്സിറ്റി ലെവൽ എക്സാം തന്നെയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ അപ്ലിക്കേഷൻ ഫീ 1200 രൂപയാണ്. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീ വരുന്നത്. മോഡ് ഓഫ് എക്സാം ഓൺലൈൻ തന്നെയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാം എഴുതാം. കൗൺസിലിംഗ് നടക്കുന്നത് ഓഫ്ലൈൻ ആയിരിക്കും ആസ് യൂഷ്വൽ. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് കോളേജസ് 8 കോളേജുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 2.5 മണിക്കൂറിൻ്റെ എക്സാം തന്നെയാണ്. 2.5 മണിക്കൂറിൻ്റെ എക്സാം തന്നെയാണ്. ഓക്കെ, ഓൺലൈനിൽ നടക്കുന്ന ഈ ഒരു എക്സാമിൽ 125 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ 125 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 4 ഓപ്ഷൻസിൽ ഒരെണ്ണമാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഫിസിക്സ് ഉണ്ടാകും, മാത്സ് ഉണ്ടാകും, കെമിസ്ട്രി ഉണ്ടാകും, ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും. എന്ന് മാത്രമല്ല, ബയോടെക്നോളജി കാൻഡിഡേറ്റ്സിന് എന്തുണ്ടായിരിക്കും, ബയോളജി ഇൻസ്റ്റെഡ് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. ഞാൻ നേരത്തെ LPUവിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബയോടെക്നോളജി സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്തമാറ്റിക്സിന് പകരം ബയോളജിയാണ് ഈ എൻട്രൻസ് എക്സാമിൽ എഴുതേണ്ടി വരിക. ഇനി മാർക്കിംഗ് സ്കീം ആണെങ്കിൽ 1 മാർക്കാണ് എല്ലാ കറക്റ്റ് ആൻസറിനും ഉണ്ടാവുക. ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. വീണ്ടും ഒരു എക്സാം നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് പേടിക്കാതെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സാമാണ് SRM JEE എന്ന് പറയുന്നത്. ഇതിൽ ഫിസിക്സിൽ 35 ചോദ്യം ഉണ്ടായിരിക്കും. മാർക്കിംഗ് സ്കീം ഞാൻ ഓൾറെഡി പറഞ്ഞു, 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആണെങ്കിൽ കിട്ടുക. കെമിസ്ട്രിയിൽ 35, മാത്സിൽ 40. ഇനി ബയോളജി ആർക്ക് മാത്രമാണ്? ബയോടെക്നോളജി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആസ്പിറൻസിന് മാത്രമാണ് ബയോളജി എഴുതേണ്ടതുള്ളൂ. അവർക്ക് മാത്സ് എഴുതേണ്ടതില്ല. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ 5ഉം 10ഉം ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 125 മാർക്കിലാണ് SRM JEEയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അതിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ 2 എക്സാമുകൾക്ക് മുൻപേ ഞാൻ 3 ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻസ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. VIT, അതുപോലെ തന്നെ AEEE, പിന്നെ MIT. അതുകൂടാതെ 2 പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള എൻട്രൻസ് എക്സാം ആണത്. അപ്പം എപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, JEE NEET അല്ലാതെ വേറെ ഓപ്ഷൻസ് ഏതാ ഉള്ളത്, കീം അല്ലാതെ വേറെ ഓപ്ഷൻസ് ഏതാ ഉള്ളത്. ഡെഫിനറ്റ്ലി ഈ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക. ഈ കോളേജുകളെ കുറിച്ച്, അവിടുത്തെ ഫീസ്, അവിടുത്തെ കോഴ്സുകൾ, ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാം എഴുതുക. കാരണം നമുക്കറിയാം, എല്ലാ എക്സാമിനേഷൻ്റെയും അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 1000-1200 രൂപയൊക്കെ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10-20 എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് അത്രയധികം എമൗണ്ട് നമുക്ക് ഈ ഒരു 4 മാസത്തിനുള്ളിൽ ചിലവാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം എഴുതുക. കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോസ് മറ്റൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, കാണുക, എന്നിട്ട് ഡിസിഷൻ എടുത്താൽ മതി. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോ JEE NEET കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക. താല്പര്യമുണ്ടെങ്കിൽ അവരും കൂടെ അറ്റൻഡ് ചെയ്യട്ടെ.